തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എടുക്കുന്ന അവസാന ലാപ്പിലാണ് എന്റെ കൂടെ BJP നേതാവ് പി വേണുഗോപാലാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ ഏകദേശം കഴിയാനായി. മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. നാളെ ഒരു നിശബ്ദ പ്രചാരണത്തിലേക്ക് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ കടക്കുന്നു. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? 100-ൽ 110% ആത്മവിശ്വാസം കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഞങ്ങളുടെ ടോമിനെടുത്തുകളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രമാണ് ഞങ്ങൾ കാത്തുന്നത്. അതും ആദ്യ റൗണ്ടിൽ തന്നെ പ്രഖ്യാപിച്ചത് കൂടിയിട്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, അതായത് ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി, നല്ല വിവരവും കാഴ്ചപ്പാടുമുള്ള സ്ഥാനാർത്ഥി, അതോടൊപ്പം സാത്വിക സ്വഭാവമുള്ള, ഇതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിൽ ഞങ്ങൾ ഒരു റൗണ്ട് 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ആത്മവിശ്വാസം ഒന്നുകൂടി വന്നു. കാരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നും പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ വരികയുണ്ടായി, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വരിക, അതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സമ്പർക്കത്തിന്റെ കാര്യത്തിൽ 3 റൗണ്ട് പൂർത്തിയാക്കി. ഇന്നത്തോടുകൂടി 4 റൗണ്ട് പൂർത്തിയാക്കി. നാളത്തെ ഒരു ദിവസം നിശബ്ദ പ്രചരണ സമയത്ത് തന്നെ 5-6 റൗണ്ട് പൂർത്തിയാക്കാനാണ് ഞങ്ങൾ തോന്നുന്നത്. അതായത് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണം. അതല്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിരവധി തവണ ഓരോ പഞ്ചായത്ത് പോയി. എനിക്ക് തോന്നുന്നു ഇത്രയും പോകാൻ ഇതിന്റെ മുമ്പെയുള്ള ഞാനൊരു 3 ലക്ഷം മത്സരിച്ച ആളാണ്. ഞങ്ങൾക്ക് 2 റൗണ്ട് പോയി കഴിയുമ്പോഴേക്കും സമയം കഴിഞ്ഞു. കുറച്ച് സമയമുള്ളൂ, പക്ഷെ ആ കുറച്ച് സമയം കൊണ്ട് മാക്സിമം പോകാൻ പറ്റി. സമൂഹത്തിൽ വിവിധ ആളുകളുമായിട്ട് സംവദിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഞങ്ങൾ പത്രിക പുറത്തിറക്കി. അതിനെയും 2 കൈയും നീട്ടിയിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതോടൊപ്പമോ അതിനേക്കാൾ ഉപരിയോ ആയിട്ട് ഈ മണ്ഡലത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നു. എല്ലാ സ്ഥലത്തും പരാതികളുണ്ട്. ഈ പരാതി ആരോടാണ് പറയുന്നത്? ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിയിട്ട് കാര്യമില്ല, മന്ത് മാറുകയാണ് വേണ്ടത് എന്ന ജനങ്ങളുടെ ചിന്ത അത് താമരയിൽ വോട്ടായിട്ട് ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കും. ശങ്കുട്ടിദാസിനുള്ള ഷൊർണൂർ വളരും ടാഗ്ലൈൻ BJPയുടെ NDA ടാഗ്ലൈൻ എന്ന് പറയുന്നത് അത് സാധ്യമാകും. തീർച്ചയായിട്ടും പറയാൻ പറഞ്ഞു. നമുക്ക് ഞങ്ങൾ ഉന്നയിക്കുന്നതൊന്നും ഈ എന്താ ഒരു വെറും പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല, അത് ജനങ്ങളുടെ പൾസ് അറിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഷൊർണൂരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുന്ന ശുചിത്വ ഷൊർണൂർ, അതൊരു പ്രകടന പത്രികയില് നമുക്ക് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും അത് നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും നമ്പർ 1 മണ്ഡലമാക്കി, ഒരു നഗരം മാത്രമല്ല, ചെറുപ്പശ്ശേരിയോ ഷൊർണൂരോ നഗരം മാത്രമല്ല, അങ്ങനെ ഒരു ശുചിത്വ ഷൊർണൂർ എന്റെ അഭിമാനം. ഇത് ജനങ്ങളിലേക്ക് അപ്പോൾ അത് പൗരന്മാരിലേക്കും വളരുന്ന കുട്ടികളിലേക്കും കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അപ്പൊ ആ അഭിമാനം, ഷൊർണൂരിന്റെ അഭിമാനം ഉയരണമെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം വേണം. ശുചിത്വം മാത്രം പോരാ, വിദ്യാഭ്യാസം ഉണ്ടാവണം, അതോടൊപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ധാരാളം ടൂറിസ്റ്റുകൾ വരികയും ഇത്രയും എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു കവിയാണെങ്കിൽ വർദ്ധിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറം പ്രകൃതി ഭംഗിയുള്ള ഒരു മണ്ഡലമാണ് ഈ മത്സരം. ഈ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ നടക്കുന്നതിനിടയിലാണ് താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ചെയ്യുന്നത്. 50 ലക്ഷത്തിന്റെ ഡീലാണ് PK ശശി ജയിക്കാൻ വേണ്ടിയിട്ട് താങ്കളുമായി എറണാകുളത്തുള്ള ഒരു ഏജൻസി ബന്ധപ്പെടുന്നതാണ് പറയുന്നത്. ശരിക്കും എന്താണ് താങ്കളെതിരെയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ തൊട്ടുമുന്ന സ്ഥാനാർത്ഥിയാണ്. അവിടെ എന്റെ ഓർമ്മയിൽ 5 ഞാനടക്കം 5 താങ്കൾ എന്ത് തോന്നുന്നത്? അതായത് അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഇന്നലത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിന് എന്തോ ബുദ്ധിഭ്രമം, ജില്ലാ സെക്രട്ടറി അയാൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചില്ലെങ്കിൽ ഇത്രയും ആധികാരികമായി പറയുന്നത് പോലെ പറഞ്ഞു ആ തെളിവും കൂടി അത് പറ്റുള്ളൂ. അവർക്ക് എവിടെ വെച്ചിട്ടാണ്, എന്താണ്, ആരാണ്, ഇത്രയും പറയാമെങ്കിൽ എന്താ പിന്നെ വേണുഗോപാലാണെങ്കിൽ വേണുഗോപാൽ, ശിവദാസ് ആണെങ്കിൽ ശിവദാസ്, അല്ലെങ്കിൽ KP മണികണ്ഠനാണെങ്കിൽ KP മണി, പേരുകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. ആരും പേര് വേണമെങ്കിൽ തെളിവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ആരോപണം ചെയ്യും, ഒരു യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രസംഗിക്കും, അത് ഒരു വ്യക്തമായുള്ളൊരു ആരോപണം. പക്ഷെ ഒരു ആരോപണം നിങ്ങളെപ്പോലുള്ള മീഡിയകളുടെ മുന്നിൽ പറയും, അത് ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. ഒന്ന് എറണാകുളത്തെ ഏജൻസി ആരാണ്, എവിടെ വെച്ചിട്ടാണ് അവർ ഇരുന്നത്, അതിന്റെ തെളിവ് എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തീർച്ചയായിട്ടും, കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒറ്റപ്പാലത്താണല്ലോ ഈ വിഷയം. ഒറ്റപ്പാലം ഷൊർണൂരിനെ പോലെ തന്നെ മേജർ ലെവൽ 2 കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. അവിടെ പ്രചരണ രംഗത്ത് അല്പം പോലും പുറകോട്ടില്ല.
എല്ലാ പ്രവർത്തകരും എനിക്ക് വളരെ അല്പം എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഞാൻ ഷൊറൂരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ എന്റെയൊക്കെ പഞ്ചായത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള ആളുകൾ വളരെ വയസ്സായുള്ള ആളുകൾ മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് വരെ വളരെ സജീവമായിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിയുടെ പേരിൽ ആരോപണം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു രണ്ട് ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി BJPയുടെ മുന്നോട്ട് പോകുന്ന ഒരു പക്ഷേ പ്രേംകുമാറിനെ കടന്നു വരും എന്നുള്ള ആ പേടി കൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കിയാൽ മതി. BJPയുടെ സഹയാത്രികളുടെ ഉള്ളിൽ ഈ പാർട്ടി ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണോ എന്നൊക്കെ സംശയം വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകൾ അപ്പൊ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞു. കാരണം അട്ടിമറിക്കാൻ പലതരത്തിലും ആവാം. ഭീഷണി കൊണ്ട് അട്ടിമറിക്കാം, പാരിതോഷികം കൊടുത്ത് അട്ടിമറിക്കാം, അതല്ലാതെ ആളുകളിൽ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് അട്ടിമറിക്കാം. ഇപ്പൊ ആന ഓടുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ കൂക്കി വിളിച്ചാൽ ആളുകൾ ഓടും. ഇതേപോലെ തന്നെ ഇതാ ഇവിടെ BJP ഇത് ചെയ്യുന്നേ എന്നുള്ള പ്രശ്നം വന്ന എന്നാൽ BJPക്ക് ചെയ്യണ്ട എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് അവർക്ക് ഗുണകരമാവുന്ന ഒരു വിചാരിക്കും. പക്ഷെ അത് ഒരു കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ അദ്ദേഹത്തിന് തലയ്ക്ക് തോന്നില്ല എന്ന് പറയാൻ കാരണം ഇതിന് നേട്ടം ഉണ്ടാവുക. ഇത് അഥവാ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ നേട്ടം ഉണ്ടാവുക, അത് PK ശശിക്ക് ഉണ്ടാവുക, അങ്ങനെ നേട്ടം ഉണ്ടാവുക. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും പുറത്തു വരാതെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന അസംതൃപ്തരുണ്ട്. ആ അസംതൃപ്തരുടെ മുന്നിൽ BJP കൂടി സഹായിക്കാൻ പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ PK ശശി ജയിക്കുമെന്ന് വെച്ചിട്ട് അവരുടെ ഇടയിൽ വരും. അങ്ങനെ വന്നാൽ അവര് ചെയ്യാൻ PK ശശിക്ക് പറ്റിയ. കാരണം അയാൾ പറഞ്ഞു ഞാൻ പിണറായി വിജയന്റെ ആളാണെന്നാണ്. പിണറായി വിജയനെ എനിക്ക് മറക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് എന്നെയും മറക്കാൻ കഴിയില്ല, ഞാൻ ഇപ്പോഴും സഖാവാണ്. അങ്ങനത്തെ ഒരാൾക്ക് സഖാക്കൾക്ക് വോട്ട് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഫലത്തിൽ അത് പ്രേംകുമാറിന് കിട്ടുന്ന വോട്ടുകൾ ഒന്നുകിൽ പ്രേംകുമാറിനെ തോൽപ്പിക്കാൻ അയാൾ ചിന്തിക്കുന്നു. കാരണം ഈ വളർന്നു വരുന്ന ആളുകളെ മുഴുവൻ സൈഡാക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതുണ്ടെന്നാ മനസ്സിലാക്കുന്നു. കാരണം വളർന്നു വരുന്ന ഈ പ്രേംകുമാർ ജയിച്ചാൽ ഇപ്പൊ പ്രേംകുമാറിനെ അവരുടെ ഇടയിൽ തോൽപ്പിക്കുക. ഇതേപോലെയുള്ള ആളുകൾ മമ്മിക്കുട്ടിയെ പോലുള്ള ആളുകളൊന്നും കൊണ്ടാതിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുപോലെയുള്ള ആളുകളെ എനിക്ക് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രേംകുമാറിനെ നിർത്താതിരുന്നാൽ മതിയിരുന്നു അവർക്ക്. PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം എത്രത്തോളം കാണും? കാരണം അവരുടെ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറയുന്ന CPM ആളുകൾ നിങ്ങൾ പത്രസമ്മേളനം വിളിക്കുകയും ഇന്ന് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഒറ്റപ്പാലം സ്വദേശി പ്രഭാകരനാണ് കേസ് കൊടുക്കുന്നത്. ആ കേസിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്തായിരിക്കും കള്ളത്തരങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു, കള്ളത്തരങ്ങൾ കാണിക്കുന്നതിന് വലിയ അതിലൊന്നുണ്ടാവും. കാരണം ഇപ്പോ ഞാനിപ്പോ ശശിയെ വില കൊടുത്തൊന്നും കാണിക്കുന്നു. ഞാൻ അടുത്ത് ബന്ധമൊന്നുമില്ലെങ്കിലും അത് മണ്ണാർക്കാട് ഭാഗത്ത് ഒരു എന്താ പറയുക ഒരു കൊമ്പനാന പോലൊക്കെ നടന്നിരുന്നൊരു കാര്യം. പക്ഷേ ഒറ്റപ്പാലത്ത് എവിടെ എത്തിയതിന് സ്വാധീനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിലുള്ള സ്വാധീനം PK ശശിക്ക് പൊതുജനങ്ങളോടുണ്ടാവില്ല. PK ശശിയുടെ പ്രവർത്തന മേഖല ഒരിക്കലും ഒറ്റപ്പാലത്തിന്റെ ഈ പ്രദേശങ്ങളിലേക്ക് ശ്രീകൃഷ്ണപുരം കഴിഞ്ഞ് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ടില്ല, ഒരു കാലത്തും വന്നിട്ടില്ല. ഒരു പാർട്ടി മീറ്റിംഗിൽ വന്നിരിക്കാം. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കാണിച്ചതും മണ്ടത്തരമാണെന്നുള്ള അഭിപ്രായം. കാരണം PK ശശിയെ പോലെ ഒരാളെ അവിടെ തന്നെ കാരണം ഒരു തവണ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു, അതേ ആളെ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിക്കുന്നു. ഞങ്ങളൊക്കെ PK ശശിക്കെതിരെ സമരം ചെയ്യുകയും PK ശശി മഹിളാ മോർച്ചക്കാര് ചെകിട് അടിച്ചു പൊട്ടിക്കുമെന്ന് പറയുകയും അതിന്ന് ചെകിട് അടിച്ചു പൊട്ടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചു നിലവിളിച്ചു എന്നാണ് കേട്ടത്. ചെയ്യരുത്, ഞാനത് അബദ്ധമായി നോക്കുക. ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അതൊന്നും പിന്നെ രണ്ടാമതൊന്നും മാറ്റി പറയില്ലേ. അത്തരത്തിലുള്ള ഒരാള് കോൺഗ്രസ്സുകാർ മടിയുണ്ടാവില്ല. കാരണം രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ പോലുള്ള ആളുകളെ വീണ്ടും വീണ്ടും സ്വീകരിക്കുമ്പോൾ മടിയുണ്ടാവില്ല. അതിൻ്റെ അകത്ത് അവരുടെ രാഷ്ട്രീയക്കാരെ നോക്കുകയാണ്. എന്തായാലും PK ശശി ഒരു ഫാക്ട് അല്ല. അവിടെ മത്സരം നടക്കുന്നത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പാടില്ലാത്തതാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നമ്മൾ പറയില്ല, ഞാൻ ഒരു അച്ഛന് പറയുന്നത്, ഞാൻ പറയുന്നത് ഞാൻ BJPക്കാരൻ എന്നുള്ളത് ഞാൻ RSSലൂടെ വന്നതാണ്. അതിനപ്പുറം ഞാൻ എൻ്റെ അച്ഛന് പറഞ്ഞാണെന്നുള്ള വിശ്വാസം എനിക്ക് പരിപൂർണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കൊറ്റു കൊടുക്കുന്ന പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് പാർട്ടി നേതൃത്വത്തിന് പരിപൂർണ്ണ ബോധ്യമുണ്ട്. അത് മതി, അവരെ ബോധിപ്പിച്ചാൽ മതി. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ എന്റെ പൊതു ജീവിതം എന്താണെന്നും പുറമെ ആര് എന്തൊക്കെ പറഞ്ഞാലും എന്റെ നാട്ടുകാർക്കറിയാം. എന്റെ നാട്ടുകാർ ഞാൻ 84 മുതൽ തുടങ്ങിയ RSSന്റെ പ്രചാരകമായി പോയി തിരിച്ചു വന്ന യുവമോർച്ചയിലും പ്രവർത്തിച്ചു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? അധ്വാനിച്ച് ജീവിക്കുന്നത്, പാർട്ടികൾ ജീവിക്കുന്നതല്ല. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും, ആരും ഒരാളെ മോശമായിട്ട് പറയുന്നു. അപ്പോ ഞാൻ പഠിച്ച പാഠം എന്നെക്കാളും എൻ്റെ രാഷ്ട്രത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പാർട്ടി അണികൾക്കും അറിയാം,
എന്നെ അറിയുന്ന പൊതു ജീവിതത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും അറിയാം. അതേപോലെ തന്നെ നിതിൻ. എന്തായാലും ഷൊർണൂരിലും ഒറ്റപ്പാലത്തും വലിയ രീതിയിൽ ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ സഹായം നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും. താങ്ക് യു. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.